ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന GST ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സിസ്റ്റം പ്രകാരം ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ഇപ്പം ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളൊരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ബിസിനസ് ഉടമയോ എന്ത് ചെയ്യണം? CVD, കസ്റ്റം ഡ്യൂട്ടി, അതുപോലെ തന്നെ SAD, ഇത് മൂന്നും അടച്ചിരിക്കണം. CVD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി, മറ്റേത് കസ്റ്റം ഡ്യൂട്ടി, അതുപോലെ തന്നെ SAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി. ഇത് മൂന്നും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ബിസിനസ് ഓണർ അടച്ചിരിക്കണം. അതാണ് നമ്മുടെ കറണ്ട് സിസ്റ്റം പ്രകാരം പറയുന്നത്. അപ്പോൾ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി റേറ്റ് ഇസ് ഇക്വലൻറ്റ് ടു ദ സ്പീഡ് ഓഫ് എക്സൈസ് ഇൻ ദ കൺട്രി ആസ് ഇഫ് ദ ഗുഡ്സ് ഹാവ് ബീൻ മാനുഫാക്ചർഡ് ഡൊമസ്റ്റിക്കലി. അപ്പോൾ ഈ ഒരു ഗുഡ്സ് ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർ ചെയ്തു എന്നുള്ള നിലയിൽ ഒരു കൺട്രിയിലെ സ്പീഡ് ഓഫ് എക്സൈസിന് ഇക്വലൻ്റ് ആയിരിക്കും ഈ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഇൻഡിവിജ്വല് ഇമ്പോർട്ടഡ് ഗുഡ്സിനെ ഒരു റോ മെറ്റീരിയൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വേറെ എന്തെങ്കിലും ഒരു ഡൊമസ്റ്റിക്കലി ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ ആയിട്ടാണ് ഈ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഇൻഡിവിജ്വൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീ ഈസ് പ്രൊവൈഡഡ് വിത്ത് ടാക്സ് ക്രെഡിറ്റ് ഓൺ ദി CVD പെയ്ഡ്. അയാൾ അടച്ച ആ ഒരു കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിക്ക് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. എങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുകയാണ് എന്തെങ്കിലും ഒരു ഗുഡ്സിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട്, അപ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈസ് ഈക്വലൻറ്റ് ടു ദി വാല്യൂ ആഡഡ് ടാക്സ് ഓൺ ദ സെയിൽ ഓഫ് ഗുഡ്സ് ഡൊമസ്റ്റിക്കലി. ഈ ഗുഡ്സ് തന്നെ ഇനി ഡൊമസ്റ്റിക്കലി സെയിൽ നടത്തുമ്പോൾ അവിടെ ആ ഒരു ഗുഡ്സിൻ്റെ മേലെ വാല്യൂ ആഡഡ് ടാക്സ് വരും, അതായത് മൂല്യവർദ്ധിത നികുതി. ആ ഒരു വാല്യൂ ആഡഡ് ടാക്സിന് ഇക്വലൻ്റ് ആയിരിക്കും അഡീഷണൽ ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി. ആ ഒരു അഡീഷണൽ ഡ്യൂട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അത് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? വാല്യൂ ആഡഡ് ടാക്സിന്. അപ്പോൾ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി റേറ്റ് എന്ന് പറയുമ്പം സ്പീഡ് ഓഫ് എക്സൈസിന് ഇക്വലൻ്റ് ആയിരിക്കും. എപ്പോഴാണ്? ഗുഡ്സ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്. അതേസമയം അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ വാല്യൂ ആഡഡ് ടാക്സിന് ഈക്വലൻ്റ് ആയിരിക്കും സെയിൽ ഓഫ് ഗുഡ്സ് ഡൊമസ്റ്റിക്കലി വരുമ്പം. അതുപോലെ കസ്റ്റം ഡ്യൂട്ടി പെയ്ഡ് ഓൺ ഗുഡ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു റീഫണ്ട്. അപ്പോൾ നമ്മൾ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയെ പറ്റി പറഞ്ഞു, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടിയെ പറ്റി പറഞ്ഞു. ഇനി കസ്റ്റം ഡ്യൂട്ടിയെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലോ, കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത് റീഫണ്ടൊന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ റീഫണ്ടോ ക്രെഡിറ്റോ കിട്ടത്തില്ല. അത് ഇമ്പോർട്ടറിൻ്റെ ഒരു ഹൈ കോസ്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ the ministry imposes these duties during import to determine the market price of imported goods. എന്തിനാണ് ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ആണെങ്കിലും അല്ലെങ്കിൽ കസ്റ്റം ഡ്യൂട്ടി, അതല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി, ഇതൊക്കെ എന്തിനാണ് ഇമ്പോസ് ചെയ്യുന്നത്? ഈ ഒരു മിനിസ്ട്രി ഇത് ഇമ്പോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടിൻ്റെ സമയത്ത് എന്ന് പറയുമ്പോൾ ഇറക്കുമതിയുടെ സമയത്ത് ഇത് ആ ഒരു ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഡ്യൂട്ടീസ് മിനിസ്ട്രി ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടിംഗ് സർവീസസ് വുഡ് entail payment of service tax by the individual or business that avails the service. അപ്പോൾ ഇമ്പോർട്ടിംഗ് സർവീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന എന്തിൻ്റെയൊക്കെ പേയ്മെൻറ്റ് എൻറ്റൈൽ ചെയ്യുന്നുണ്ട്? സർവീസ് ടാക്സിൻ്റെത്. അത് ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ആരാണോ ഈ ഒരു സർവീസ് അവൈൽ ചെയ്യുന്നത് അവർ ഈ ഒരു സർവീസ് ടാക്സിൻ്റെ പേയ്മെൻറ്റിന് എൻറ്റൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇമ്പോർട്ടർക്ക് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഹൂ ഇമ്പോർട്ട് ദീസ് സർവീസസ്. ഈ സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഇമ്പോർട്ടർക്ക്, ആരാണോ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്, അവർക്ക് ഒരു ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഇമ്പോർട്ടുകളെ പോലല്ല എക്സ്പോർട്ട് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന് ടാക്സ് ഒന്നും സബ്ജക്റ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ടാക്സ് റേറ്റ് എത്രയാണ്? 0% ആണ്. അതുപോലെ തന്നെ എക്സ്പോർട്ടർക്ക് ഈ പറയുന്ന റീഫണ്ടോ അതൊക്കെ ക്ലെയിം ചെയ്യാനും പറ്റും. അപ്പം ഓൾസോ ദ എക്സ്പോർട്ടർ ക്യാൻ ക്ലെയിം എ റീഫണ്ട് ഓൺ ദ ടാക്സ് പെയ്ഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ് യൂസ്ഡ് ടു മാനുഫാക്ചർ ദ ഗുഡ്സ് ദാറ്റ് വെർ ഇവൻച്വലി എക്സ്പോർട്ടഡ് ആയിട്ടുള്ള ആ ഒരു ഗുഡ്സിൻ്റെ മാനുഫാക്ചർ, അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഇമ്പോർട്ടഡ് ഗുഡ്സിന് മേൽ പേ ചെയ്യുന്ന ടാക്സിൽ റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് എക്സ്പോർട്ടറിന് പറ്റും. അപ്പോൾ ഇത്രയാണ് ആദ്യം നമ്മൾ ബേസിക്കായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ.
ഈ GST ഓൺ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ട്സ് അണ്ടർ GST എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് GST അഷേഴ്സ് ഇൻ എ ന്യൂ ടാക്സ് റെജിം വെയറിൻ ദ ലോസ് ഓഫ് ടാക്സ് ക്രെഡിറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ആൻഡ് കോംപ്ലിയൻസ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് അറ്റ് വേരിയസ് ലെവൽ. അപ്പോൾ ഈ ഒരു GST അഷേഴ്സ് നമ്മുടെ പുതിയ നികുതി വ്യവസ്ഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഇൻട്രൊഡക്ഷൻ വന്നു. അപ്പോൾ അതുവഴി എന്താണ് ഈ പറയുന്ന ടാക്സ് ക്രെഡിറ്റിൻ്റെ നഷ്ടം, ആ ഒരു ലോസ് അവിടെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു കംപ്ലയൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പല ലെവൽസിൽ നമുക്ക് ഈ ഒരു കംപ്ലയൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ടാക്സ് ക്രെഡിറ്റിൻ്റെ ലോസ് എന്ത് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മോഡൽ GST ലോയുടെ കുറച്ച് സേലിയൻ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസുകളോ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്തിരിക്കണം? മസ്റ്റ് പേ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, BCD എന്ന് പറയും. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് IGST, അത് നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് IGSTയുടെ കാര്യം. അപ്പോൾ ബേസിക്കായിട്ട് ഒരാൾ ഒരു ഗുഡ്സോ സർവീസോ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ BCDയും അതുപോലെ തന്നെ IGSTയും പേ ചെയ്തിരിക്കണം. അത് ആസ് ഇമ്പോർട്ട് ടു ദ കൺട്രി വിൽ ബി കൺസിഡേർഡ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ പെർ ദ മോഡൽ ലോ. അപ്പം മോഡൽ ലോ പ്രകാരം ഇതിനെ ആ ഒരു ഇമ്പോർട്ടുകളെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BCDയും IGSTയും പേ ചെയ്തിരിക്കണം. അപ്പോൾ IGST ഇൻ ദിസ് കേസ് വുഡ് സബ്സ്യൂം ബോത്ത് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ആൻഡ് സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ IGST എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ CVDയും SADയും അവിടെ ഉൾപ്പെടുത്തും. അപ്പോൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഓൾറെഡി നമ്മൾ കസ്റ്റം ഡ്യൂട്ടിക്കകത്ത് വരും. ബാക്കി IGSTക്കകത്ത് വരുന്ന ഏതൊക്കെയാണ്? CVDയും SADയും. അപ്പോൾ no changes in the current rate charged for basic custom duty on import goods. BCD imported goodsൽ BCD ചുമത്തുന്നത് ആ ഒരു ചാർജ് ചെയ്യപ്പെടുന്ന റേറ്റിന് മാറ്റമൊന്നുമില്ല, ഇപ്പം മാറ്റമൊന്നുമില്ല. ഇപ്പോൾ സർവീസസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ സർവീസ് പ്രൊവൈഡർ ഈസ് എ പെർമനൻറ്റ് റെസിഡൻറ്റ് ഓഫ് എ ഫോറിൻ കൺട്രി ദ ലയബിലിറ്റി ടു പേ ദ ടാക്സ് റെസ്റ്റ് ഓൺ ദ റിസീവർ ഓഫ് ദ സർവീസ്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഇനി സർവീസുകളുടെ കാര്യം, ഇപ്പോൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? BCDയുടെ കറണ്ട് റേറ്റിന് മാറ്റമൊന്നും ഇല്ല. അപ്പോൾ ഈ സർവീസുകളുടെ കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ഒരു ഫോറിൻ കൺട്രിയിൽ, ഒരു വിദേശ രാജ്യത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാളാണ്, ഒരു പെർമനൻ്റ് റെസിഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി ആർക്കാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സർവീസ് റിസീവ് ചെയ്യുന്ന ആൾക്കായിരിക്കും വരുന്നത്. ആ റിസീവർ ഓഫ് ദ സർവീസിനായിരിക്കും ഈ ഒരു ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി വരുന്നത്. അപ്പം ഇറ്റ് അഡോപ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് റിവേഴ്സ് ചാർജ്. അതാണ് നമ്മൾ റിവേഴ്സ് ചാർജ്. ഈ റിവേഴ്സ് ചാർജിൻ്റെ കാര്യം നമ്മൾ ഒരുപാട് വട്ടം ഇതിന് മുന്നേ പല ടോപ്പിക്കിൻ്റെ അകത്തും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു റിവേഴ്സ് ചാർജ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. അവിടെ എന്താണ്? റിസീവർ ഓഫ് ദ ഗുഡ് ഷാൽ കളക്ട് ദ ടാക്സ് ഫ്രം ദ പ്രൊവൈഡർ ആൻഡ് റെമിറ്റ് ഇറ്റ് ടു ദ ഗവൺമെൻറ്. റിസീവർ ഈ ഒരു ടാക്സ് പ്രൊവൈഡറിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് റെമിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ സർവീസുകളുടെ കാര്യത്തിൽ. അപ്പോൾ അത് ഓർക്കുക, ഒരു ഇൻഡിവിജ്വൽ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സോ സർവീസ് നടത്തുമ്പം BCDയും അതുപോലെ തന്നെ IGSTയും പേ ചെയ്തിരിക്കണം. കാര്യം എന്താണ്? അവിടെ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ നടക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു IGSTക്കകത്ത് നമുക്ക് CVD, അതായത് കസ്റ്റം കൗണ്ടർ പ്രിവെയിലിംഗ് ഡ്യൂട്ടിയും അതുപോലെ തന്നെ SAD എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി, ഇത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറണ്ട് BCD റേറ്റിൽ മാറ്റമൊന്നുമില്ല. സർവീസുകളുടെ കാര്യം നോക്കുമ്പം ആ ഒരു സപ്ലയർ, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ ഈ ഒരു ഫോറിൻ കൺട്രിയിലെ പെർമനൻ്റ് റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ലയബിലിറ്റി ആർക്കാണ്? അത് റിസീവ് ചെയ്യുന്ന ആൾക്കാണ്. അപ്പോൾ റിസീവർ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെയാണ് റിവേഴ്സ് ചാർജ് വരുന്നത്. അതായത് റിസീവർ ഈ ഒരു ടാക്സ് ആരുടെ നിന്ന് കളക്ട് ചെയ്യുക? പ്രൊവൈഡറിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിന് റെമിറ്റ് ചെയ്യണം. നോർമലി അല്ലെങ്കിൽ എങ്ങനെ വരും? തിരിച്ചു വരും. ടാക്സ് പ്രൊവൈഡർ ആണല്ലോ ഈ ഒരു റിസീവറിൻ്റെ എമൗണ്ട് വാങ്ങുന്നു, പിന്നെ അതിലുള്ള ടാക്സുകൾ ഗവൺമെൻറ്റിന് അടയ്ക്കുന്നു. ഇവിടെ നേരെ തിരിച്ചു വരുന്നു. അതാണ് റിവേഴ്സ് ചാർജ്. അപ്പോൾ ഇമ്പോർട്ടുകളുടെ കാര്യം വരുമ്പോൾ നമ്മുടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ്, നമ്മൾ ഈ ഗുഡ്സിൻ്റെയൊക്കെ MRP, അതായത് മാക്സിമം ഇതിൻ്റെ റീറ്റെയിൽ വാല്യൂ ഇത്രയാണ്, അതിൽ കൂടുതൽ വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് MRP എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗുഡ്സിലുള്ള മാക്സിമം റീറ്റെയിൽ
പ്രൈസ് ഡിസൈഡ്സ് ദ ചാർജസ് ഫോർ CVD. ആ MRPയെ ബന്ധപ്പെടുത്തിയാണ് ഒരു CVDയുടെ ചാർജ് ഇരിക്കുന്നത്. ഇപ്പോൾ BCDയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. കറണ്ട് റേറ്റിന് മാറ്റമില്ല. CVD നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, MRP റേറ്റിനനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു ന്യൂ മോഡൽ ലോ പ്രകാരം IGST വിൽ അപ്ലൈ ടു ദ ട്രാൻസാക്ഷൻ വാല്യൂ നോട്ട് MRP. പക്ഷേ അതെന്താ പറഞ്ഞാൽ, ഇമ്പോർട്ടുകൾക്ക് സാധാരണ നമ്മൾ MRP നോക്കിയിട്ടാണ് BCD തീരുമാനിക്കുന്നത്. പക്ഷേ പുതിയ നിയമപ്രകാരം, പുതിയ GST ആ ഒരു ന്യൂ മോഡൽ ലോ പ്രകാരം IGST അപ്ലൈ ആകുന്നത് ട്രാൻസാക്ഷൻ വാല്യൂവിനാണ്, അല്ലാതെ മാക്സിമം റീറ്റെയിൽ പ്രൈസിനല്ല. അപ്പോൾ ഇൻ പ്രീവിയസ് കേസസ് ദിസ് വുഡ് റിവീൽ ദ മാർജിൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡർ. ഈ ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ ആ എത്ര റേറ്റ്, ആ ഒരു മാർജിൻ അവിടെ റിവീൽ ചെയ്യുമായിരുന്നു ഇതിന് മുന്നത്തെ കേസിൽ. ഹെൻസ് ടു മിറ്റിഗേറ്റ് ദ ഇഫക്റ്റ് ദ ഇമ്പോർട്ടർ മേ റീസ്ട്രക്ചർ ദ ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു ഇഫക്റ്റ് എന്താണ്, ആ പറയുന്ന ഇഫക്റ്റുകൾ മിറ്റിഗേറ്റ് ചെയ്യുന്നത്, ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടർ ഈ ഒരു ക്യാപിറ്റലിനെ റീസ്ട്രക്ചർ ചെയ്യും. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഇമ്പോർട്ട് സെയിൽ മോഡൽ credit will be provided equivalent to the tax paid while importing the goods under this model. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പോർട്ട് ആൻഡ് സെയിൽ മോഡൽ എന്ന് പറഞ്ഞിട്ട് ആ ടൈപ്പ് ഒരു മോഡൽ ക്രെഡിറ്റ് മോഡൽ ഈ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം ക്രെഡിറ്റ് എന്ന് പറയുന്നത് വിൽ ബി പ്രൊവൈഡഡ് ഈക്വലൻറ്റ് ടു ദ ടാക്സ് പെയ്ഡ്. അപ്പം ആ ഒരു മോഡൽ പ്രകാരം, അതായത് ഇമ്പോർട്ട് ആൻഡ് സെയിൽ മോഡൽ പ്രകാരം ഒരു ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര ടാക്സ് ആണോ അടച്ചത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ക്രെഡിറ്റ് നമുക്ക് കിട്ടും. ആ ഒരു ഇമ്പോർട്ട് ആൻഡ് സെയിൽ മോഡലിൻ്റെ ഇൻട്രൊഡക്ഷൻ വന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റായിട്ടാണത് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എക്സ്പോർട്ട്സ് അണ്ടർ GST നോക്കിക്കഴിഞ്ഞാൽ ദ GST വിൽ റിസൾട്ട് ഇൻ ദ ഇവൻച്വൽ എലിമിനേഷൻ ഓഫ് ബാരിയേഴ്സ് ബിറ്റ്വീൻ ദ വേരിയസ് സ്റ്റേറ്റ്സ് ആൻഡ് ഹെൻസ് മേക്ക് എക്സ്പോർട്ട് മോർ കോമ്പറ്റീറ്റീവ് ഇൻ ദ മാർക്കറ്റ് ഡ്യൂ ടു ദ ഇൻ്റഗ്രേഷൻ ഓഫ് വാല്യൂ ചെയിൻസ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു GST എന്ന് പറയുന്നത് പല പല സ്റ്റേറ്റുകൾ തമ്മിലുള്ള ആ ഒരു ബാരിയറിൻ്റെ എലിമിനേഷന് കാരണമാകും, ബാരിയർ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും GST എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടുകളെ കുറേ കൂടി കോമ്പറ്റീറ്റീവ് ആവും മാർക്കറ്റിൽ. അപ്പോൾ അവിടെ അതെന്തുകൊണ്ടാണ്, ഡ്യൂ ടു ദ ഇൻ്റഗ്രേഷൻ ഓഫ് വാല്യൂ ചെയിൻസ് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച്, അതായത് ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ ബാരിയേഴ്സൊക്കെ എലിമിനേറ്റ് ചെയ്ത് ഒരുമിച്ചാക്കും, ആ ഒരു ഇൻ്റഗ്രേഷൻ അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഈ ഒരു എക്സ്പോർട്ടുകൾ കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആകുകയാണ് ചെയ്യുന്നത്. അത് GSTയുടെ ഒരു GST കാരണം വരുന്നതാണ് അങ്ങനെ. അപ്പം സെൻട്രൽ GST ആക്ട് 2016 സെക്ഷൻ 38 പ്രകാരം ആൻ എക്സ്പോർട്ടർ ഷാൽ എക്സ്പോർട്ട് ദ ഗുഡ്സ് ഓർ സർവീസസ് വിതൗട്ട് ചാർജിങ് എനി ടാക്സ് ആസ് ദ GST റേറ്റ്സ് ആർ 0 അണ്ടർ ദ കറണ്ട് സിസ്റ്റം. ഇത് നമ്മൾ ഓൾറെഡി ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ്. ഈ എക്സ്പോർട്ടർക്ക് ഈ ഗുഡ്സും സർവീസും എക്സ്പോർട്ട് ചെയ്യാം, ഒരു ടാക്സും ചാർജ് ചെയ്യാതെ തന്നെ. GST റേറ്റ് എന്ന് പറയുന്നത് 0 ആണ് ഈ ഒരു കറണ്ട് സിസ്റ്റം പ്രകാരം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ഇതിലെ പറഞ്ഞതാണ്. ആൻഡ് ഇവിടെ അത് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 38 അത് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ എക്സ്പോർട്ടർക്ക് ഈ IGST ക്രെഡിറ്റ് പെയ്ഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിലും സർവീസിലും പേ ചെയ്തിട്ടുള്ള IGST ക്രെഡിറ്റിൽ നിന്നും ബെനിഫിറ്റ് ആർക്ക് കിട്ടും, എക്സ്പോർട്ടർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എക്സ്പോർട്ടർക്ക് ടാക്സ് റേറ്റ് 0 ആണ്. അതുമല്ല, അവർക്ക് വേറെ ബെനിഫിറ്റ് എന്താണ്, IGST ക്രെഡിറ്റിൽ നിന്നുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ എക്സ്പോർട്ടർ ക്യാൻ ഓൾസോ ക്ലെയിം എ റീഫണ്ട് ഓഫ് ടാക്സ് ഓൺ ഇൻപുട്ട് യൂസ്ഡ് ടു പർച്ചേസ് ഓർ മാനുഫാക്ചർ ഗുഡ് ഫ്രം ദ എക്സ്പോർട്ടഡ് കമ്മോഡിറ്റീസ്. എക്സ്പോർട്ടഡ് കമ്മോഡിറ്റീസിൽ നിന്നും എന്തെങ്കിലും ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുകയോ മാനുഫാക്ചറോ ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻപുട്ടിൽ ഉള്ള ടാക്സ്, അപ്പം അങ്ങനെ ടാക്സ് ഓൺ ഇൻപുട്സിൽ നിന്നും റീഫണ്ട് ക്ലെയിം ചെയ്യാനും എക്സ്പോർട്ടർക്ക് പറ്റും. അപ്പോൾ എങ്ങനെ നോക്കിയാലും എക്സ്പോർട്ടറിന് അവിടെ കുറേ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ആസ് GST ഇൻക്ലൂഡ് സിഗ്നിഫിക്കൻറ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ടാക്സസ്, പ്രൊഡക്ഷൻ വിൽ റിസൾട്ട് ഇൻ ഹയർ ക്വാളിറ്റി. അപ്പോൾ GSTക്കകത്ത് ഈ പറയുന്ന സെൻട്രലും സ്റ്റേറ്റ് ടാക്സസും ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഒരു ഹയർ ക്വാളിറ്റിയിലായിരിക്കും, ഹയർ ക്വാളിറ്റിക്ക് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ
ഈ ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇൻക്രീസ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹയർ ക്വാളിറ്റി വരുന്നതനുസരിച്ച് എന്താണ് ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ നമ്മുടെ ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസുകൾക്ക് കോമ്പറ്റേറ്റീവ്നെസ് കൂടും. അതായത് കയറ്റുമതിയാണ് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂസ്റ്റ് എക്സ്പോർട്സ് ഫ്രം ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടുകൾക്ക് അത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാക്സേഷൻ അക്രോസ് ദ കൺട്രി ആ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിലൂടെ ഇമ്പോർട്ടിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഈസിയർ കംപ്ലയൻസ് ആകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബെനിഫിറ്റുകൾ ഇമ്പോർട്ടിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും കാര്യത്തിൽ GST കാരണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു യൂണിഫോമിറ്റി കാരണം കിട്ടുന്ന ബെനിഫിറ്റാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കുക. GST ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സിനകത്ത് പറയുമ്പം ഒരു ഓണർ CVDയും പിന്നെ കസ്റ്റം ഡ്യൂട്ടിയും SAD ഒക്കെ അടയ്ക്കണം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ CVDയുടെ കാര്യം പറഞ്ഞു. പിന്നെ അതിനകത്ത് എക്സ്പോർട്ട് റേറ്റ് 0%, അങ്ങനെ കുറേ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഇമ്പോർട്ട്സ് അണ്ടർ GST എന്ന് പറയുമ്പം അതിനകത്ത് എന്തൊക്കെ സേലിയൻ ഫീച്ചേഴ്സാണ് മോഡൽ GST ലോയിൽ വരുന്നത്. പിന്നെ എക്സ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എക്സ്പോർട്ടിൻ്റെ അകത്ത് അവർക്ക് എക്സ്പോർട്ടേഴ്സിന് കുറേ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ടാക്സ് റേറ്റ് 0 ആണ്. അതുപോലെ തന്നെ IGST ക്രെഡിറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇൻപുട്ട് ടാക്സ് ഓൺ ഇൻപുട്ട്സിൻ്റെ അതിൻ്റെ റീഫണ്ട് കിട്ടും. ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടും എക്സ്പോർട്ട് ഈ ഒരു GST യൂണിഫോമിറ്റി ഓഫ് ടാക്സേഷൻ ലോസ് കൊണ്ടുവരുന്നതോടുകൂടി ഇമ്പോർട്ടിൻ്റെ എക്സ്പോർട്ടിൻ്റെയും കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും ഈസിയർ കംപ്ലയൻസിനും കാരണമാകുകയാണ്. ഇത്രയാണ് GST ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.